ഓക്കെ. അപ്പോൾ മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ്, അതായത് 4 ടൈപ്പ് ഓഫ് ഇക്വേഷൻ ഉണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ് പറയണമെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് TD എന്താണ് പറയണമെന്ന് പറഞ്ഞാൽ, നമ്മൾ Q = W + ΔU എന്നാണ് പറയുന്നത്. Q = W + Q എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീറ്റ് ആണ്. ഓക്കെ, ഹീറ്റിന്റെ നമ്മുടെ ഇക്വേഷന്റെ ആസ് പെർ ദ ഡെഫിനേഷൻ നമ്മൾ പറയുന്നത് Q = TdS എന്നാണ് നമ്മൾ പറയുന്നത്. TdS എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻറ്റു ഡിഫറൻസ് ഇൻ എൻട്രോപ്പി. TdS ആസ് പെർ ദ ഡെഫിനേഷൻ ആണ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നമ്മൾ പറയണത് ക്യൂവിന്റെ ഡെഫിനേഷൻ dAc = Q/T എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ ക്യൂവിനെ TdS എന്ന് എഴുതാം. അതേപോലെ W = എപ്പോഴും PdV വർക്കാണ്. ആസ് പെർ ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ വർക്ക് ഡൺ PdV വർക്കാണ് പ്ലസ് DU. റെക്കോർഡിംഗ് ഇല്ലേ ഇതാണ് സാറേ? റെക്കോർഡിംഗ് ഉണ്ട്. DU ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഇതിൽ നമുക്ക് ഇത് ആസ് പെർ ദ ഡെഫിനിഷൻ ആണ് എല്ലാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് DU = എങ്ങനെ എഴുതാം? DU = നമുക്ക് DU = TdS - PdV എന്ന് എഴുതാം. TdS - PdV. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 1. അത് അവിടെ നിൽക്കും. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ, അപ്പൊ ഇത് ഓരോന്നാലും പറഞ്ഞുതരാം. ഫസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെ എഴുതി നിർത്തുക. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഇക്വേഷൻ ആണ്. സെക്കൻഡ് ടൈപ്പ് ഇതിന് കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി പറയുന്നത് HE U + PV എന്നാണ് ആസ് പെർ ദ ഡെഫിനേഷൻ ഓഫ് എൻതാൽപ്പി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? എൻതാൽപ്പിയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ചെറിയ DHE = DU + D ഓഫ് PV എന്ന് പറയും. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? DHE = DU + PdV + VdP എന്ന് എഴുതാം. അതായത് പ്രഷർ കോൺസ്റ്റന്റ് ആവും അല്ലെങ്കിൽ വോളിയം കോൺസ്റ്റന്റ് ആവും. ഓക്കെ, അതായത് PdV + VdP. അതായത് അതേപോലെ DHE = നമുക്ക് DU മോളിൽ നമ്മൾ ആൾറെഡി നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. DU = എന്താണ്? TdS - PdV. അത് ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. TdS - PdV + PdV + VdP. അപ്പൊ ഇതിൽ PdVയും PdVയും ക്യാൻസൽ ആവും. സോ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? നമ്മുടെ ഇക്വേഷൻ ഇപ്പുറത്തെ എഴുതാം. അതായത് TdS DHE = TdS - VdP. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2. ഇനി അത് അവിടെ നിൽക്കട്ടെ. മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഗിബ്സ് ഫംഗ്ഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു മിനിറ്റ്, ഹെൽംഹോൾട്സ് ഫംഗ്ഷൻ A = U - TS. ഹെൽംഹോൾട്സ് ഫംഗ്ഷൻ എന്താണ് പറയുന്നത്? മൂന്നാമത്തെ ഇക്വേഷൻ ആണ് ഹെൽംഹോൾട്സ് ഫംഗ്ഷൻ. ഓക്കെ, ഹെൽംഹോൾട്സ് ഫംഗ്ഷൻ A = U - TS ആണ് നമ്മൾ പറയുന്നത്. A = U - TS. അതായത് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ DA = DU - D of TS. അതായത് D of TS നമ്മൾ ക്ലിയർ ആയിട്ട് എഴുതുമ്പോൾ DA = എന്താണ്? DU - TdS - SDT. ഒന്നിൽ T കോൺസ്റ്റന്റ് അല്ലെങ്കിൽ S കോൺസ്റ്റന്റ്. ഇനി DU = നമ്മൾ ആൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. TdS - DUവിന്റെ ഫോർമുല എന്താണ്? TdS - PdV ആണ് അല്ലെ? TdS - PdV - TdS - SDT എന്ന് കിട്ടും. അപ്പൊ ഇതില് TdSും TdSും ക്യാൻസൽ ആവും. നമുക്ക് DA = എന്ത് കിട്ടും? -PdV - SDT. അപ്പൊ ഇത് അവിടെ നിൽക്കട്ടെ. ഇത് ഇക്വേഷൻ നമ്പർ 3. അടുത്ത ഇക്വേഷൻ നമ്പർ 4 ഇവിടെ പറഞ്ഞാൽ ഗിബ്സ് ഫംഗ്ഷൻ. അപ്പൊ ഗിബ്സ് ഫംഗ്ഷൻ എന്താണ് പറയുന്നത്? ഗിബ്സ് എന്താണ് പറയുന്നത് പറഞ്ഞാൽ G = H - TS. G = H - TS ആണ് പറയുന്നത്. അതായത് DG = ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ DG = DH - D of TS എന്ന് കിട്ടും. അതായത് DH എന്ന് ആൾറെഡി DH രണ്ടാമത്തെ ഇക്വേഷനിൽ നമുക്ക് കിട്ടി. DH = എന്താണ്? TdS + VdP ആണ് അല്ലെ? അപ്പൊ ഇതിനെ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. TdS + VdP + TdS TdS - SDT ഇങ്ങനെ കിട്ടും. ഇതിനെ രണ്ടായിരം TdS ഒന്നിൽ S കോൺസ്റ്റന്റ് അല്ലെങ്കിൽ എൻട്രോപ്പി കോൺസ്റ്റന്റ്. TdSും TdSും ക്യാൻസൽ ആവും. നമുക്ക് എന്താണ്? VdP - SDT എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഈ 4 നമ്മുടെ മെയിൻ ഇക്വേഷൻസ്. ഇനി ഇതിന്റെ ഇക്വേഷൻ ഞാൻ ചെയ്യാൻ പോവുകയാണ്. അതായത് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എന്താണ്, ഇത് എഴുതാനായിട്ട് ഒരു ട്രിക്ക് ഉണ്ട്, നോക്കുക, ശ്രദ്ധിച്ചോണേ. അപ്പൊ ഈ TdS - PdV എന്നുള്ള ഈ ഒരു പാർട്ട് മാത്രം എടുക്കുക. ഇതിൽ നമുക്ക് ആദ്യം നമ്മൾ എഴുതാനുള്ളതെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതാം? ഞാൻ ∂T ഇവിടുത്തെ T ഇവിടുത്തെ ∂V at S = അതായത് ഇവിടുത്തെ Tനെ ∂T എഴുതി കോൺസ്റ്റന്റ് S എഴുതുക, ഇപ്പുറത്തുള്ള DV എഴുതുക. സിമിലർലി ഇവിടെ = മൈനസ് ഉണ്ട്, ഇവിടെ ∂P at ഇവിടുത്തെ കോൺസ്റ്റന്റ് V ഇവിടെ എഴുതുക at കോൺസ്റ്റന്റ് DS. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കാനുള്ളത്. ക്ലിയർ ആണോ? അതായത് അതായത് ഇങ്ങനെ
ആദ്യത്തെ ഇക്വേഷൻ ഇങ്ങനെയാണ് കിട്ടി. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എഴുതി കാണിച്ചു തരാം. അതായത് ഇതാണ് നമ്മുടെ ഇക്വേഷൻ ആണല്ലോ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. അതിന് നമ്മൾ ആദ്യം എഴുതുന്ന ഡോറ്റ് അതേപോലെ എഴുതും. എന്നിട്ട് ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് ഈ ഡി എസിനെ ഇവിടെ എഴുതും. ഡി എസിന്റെ എസ് മാത്രം ഇവിടെ എഴുതും. ഓക്കെ, എന്നിട്ട് ഇവിടുത്തെ ഡി പി എടുത്ത് ഇവിടെ എഴുതും. സിമിലർലി ഇവിടുത്തെ ഡോവി അതേപോലെ എഴുതും. ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇവിടുത്തെ ഡോപ്പിനെ പി ഇവിടെ എഴുതും. ഇവിടുത്തെ ഡി എസ് എടുത്ത് ഇവിടെ എഴുതും. ഇതാണ് രണ്ടാമത്തെ മാക്സ്വെൽസ് ഇക്വേഷൻ. മൂന്നാമത്തെ ഇക്വേഷൻ നോക്കിയാണ് ഹെൽംഹോൾട്ട്സ് ഇക്വേഷൻ. എങ്ങനെ എഴുതും? അതായത് മൈനസ് ഇത് പി ഇത് ആദ്യം എഴുതും. ഡോ പി ഡിവൈഡഡ് ബൈ ഇതിനെ ബ്രാക്കറ്റ് ചെയ്ത് ഡോ പി ബൈ ഡോ ടി അറ്റ് വി ഈസ് ഈക്വൽ ടു മൈനസ് എസ് അതേപോലെ എഴുതും. ഡോ എസ് ബ്രാക്കറ്റ് ഇട്ടിട്ട് ഈ ടി എടുത്ത് ഇവിടെ എഴുതിയ ശേഷം ഡോ വി ഇവിടെ എഴുതും. ഇതാണ് മൂന്നാമത്തെ മാക്സ്വെൽസ് ഇക്വേഷൻ. അതിന്റെ നാലാമത്തെ ഗിബ്സ് ഫംഗ്ഷൻ അത് ഞാൻ ഇവിടെ എഴുതാണ്. അപ്പൊ ഇത് കണ്ട ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അതായത് ഡോ വി ബൈ ഡോവിന്ന് എഴുതിയിട്ട് ഈ പി എടുത്ത് ഇവിടെ എഴുതും. എന്നിട്ട് ഇവിടുത്തെ ഡോ ടി എടുത്ത് ഇവിടെ എഴുതും. ഈസ് ഈക്വൽ ടു ഇവിടുത്തെ മൈനസ് ഡോ എസ് ഇവിടെ എഴുതും. ഡോ എസ് എഴുതിയിട്ട് ഈ ടി എടുത്ത് ഇവിടെ എഴുതും. അതിനുശേഷം ഡോ പി എടുത്ത് ഇവിടെ എഴുതും. ഇതാണ് ഫോർത്ത് മാക്സ്വെൽസ് ഇക്വേഷൻ. ഇത്ര ഓക്കെ ആണോ നോക്കിയേ?